ഇവിടുത്തെ മഴ കണ്ടിട്ട് എത്ര നാളായിന്നറിയോ? ഞാനുണ്ടല്ലോ അങ്ങ് ചെന്നൈ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ മഴയും കാറ്റും വെയിലും മഞ്ഞും ഒക്കെ മിസ് ചെയ്യും. അത് ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോ പാറക്കുട്ടിക്ക് പടവലത്ത് വന്നു തോന്നില്ലേ? ഇല്ല. ഇല്ലേ? അതെന്ത്? വിഷുവിന് പോയല്ല, അത് മതി. എന്നാ ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഇനിയിപ്പോ പടവലത്ത് നമ്മൾ പോയാൽ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പാറക്കുട്ടിക്ക് തിരിച്ച് നമ്മുടെ ഈ വീട്ടിലോട്ട് വരണം തോന്നാറില്ലേ? ഇല്ല. ചേച്ചി അവിടെ പോയി നിന്ന് കഴിഞ്ഞാ കൊറേ ദിവസം അവിടെ തന്നെ ഇരിക്കാൻ തോന്നും. പിന്നെ ഇയാൾ അവിടെ പോയി നില്ലേ? കാരണം എന്റെ ഫീലിങ്സ് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. അതിലുണ്ടല്ലോ കുറെ നാള് കഴിഞ്ഞ് ഈ കോളേജിലേക്ക് ആകുമ്പോഴത്തേക്കും വല്ല നാട്ടിൽ പോയിട്ട് എന്നെ പോലെ കിടന്ന് കഷ്ടപ്പെടണം. അപ്പൊ നിനക്ക് എന്റെ ഫീലിങ്സ് മനസ്സിലാവും. എന്ത് നോക്കി നിക്കുവാ? അത് മഴ വരുന്നുണ്ടോന്ന് ചേച്ചി നോക്കി നിൽക്കുക. ഓ, ചേച്ചി നൊസ്റ്റാൾജിയ പറക്കുവായിരുന്നോ? എന്നിട്ട് കിട്ടിയോ? ഇല്ല, കിട്ടുമ്പോ അറിയിക്കാം. കിട്ടുമ്പോ കുറച്ച് എനിക്കും കൂടെ തരണേ. ഓ ആയിക്കോട്ടെ. ശിവ, അപ്പൊ എനിക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ചോദിക്കാൻ പറ്റിയില്ല. എപ്പോ? നമ്മൾ ആ മാവിന്റെ ചോട്ടിൽ നിന്ന് സംസാരിച്ചോണ്ടിരുന്നില്ലേ? അപ്പോ അപ്പോ ഇപ്പുറത്തെ ഇരുന്ന്. അതെ, നമ്മൾ അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ അമ്മായി പറഞ്ഞില്ലായിരുന്ന കനകാന്റീന് അമ്മായി വഴക്ക് പറഞ്ഞെന്ന്? അത് പക്ഷെ എന്തോ ഒരു ഇല്ലേ ഉണ്ട്. എനിക്ക് ഒരു കാര്യമായിട്ട് തോന്നിയെന്നേ. പിന്നെ അപ്പ അവിടെ അമ്മായിരുന്നോണ്ട് ഞാനൊന്നും വീഴേണ്ടതാ. എനിക്ക് ശരിക്കും ദേഷ്യം വന്നത് കേട്ടപ്പോഴത്തേക്ക്. നിനക്കും ദേഷ്യം വന്നല്ലേ? ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം അങ്ങനെ തോന്നിയോളൂന്ന്. അല്ല ചേച്ചി, അമ്മായിട്ടൊരു പ്രശ്നം എന്ന് ഞാൻ പറയട്ടെ. അമ്മായിക്ക് ബാക്കിയുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനായിട്ട് അറിയത്തില്ല. അപ്പൊ അമ്മായിയുടെ കാര്യത്തില് എന്റെ തിയറി കറക്റ്റ് ആയിരുന്നു. ഏത് തിയറി? നീ അമ്മായിക്കുണ്ടല്ലോ മറ്റുള്ളവരുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് പോലും തിരിച്ചറിയാനുള്ള കഴിവില്ല. ഇല്ല. അത് എന്റെ ചേച്ചി, അതുകൊണ്ടല്ലേ അമ്മായി അമ്മൂമ്മയും തൊട്ടേനെ പിടിച്ച് എന്നെ കിടന്ന് തല്ലുണ്ടാക്കണ്. അതിനുണ്ട് വേറെന്താ കാര്യം? ഞാൻ അതൊന്നുമല്ല ചിന്തിക്കുന്നേ. എന്നാലും കുട്ടുമാമനെ പറ്റിയ ഒരു അബദ്ധേ. അത് മാത്രല്ലെന്നേ, അമ്മായിക്കുണ്ടല്ലോ ഒരുമാതിരി ബോറ് സ്വഭാവമുണ്ട്. എന്താ എന്താ? അതിന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താന്ന്. അല്ല, ഞാൻ വന്നപ്പോ നിങ്ങൾ രണ്ടുപേരും മിണ്ടാതെയൊക്കെ ഇരിക്കുന്നു. മിണ്ടാതിരുന്നൊന്നുമല്ല, ശിവാനിക്ക് മഴ പെയ്യാത്തോണ്ട് ഭയങ്കര വിഷമം. അപ്പൊ ആ കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ആണോ പാറു? ആണോ? പാറുവേ, ഇവരെന്താണ് പറഞ്ഞതെന്ന് സത്യം പറഞ്ഞ ഞാൻ മക്കൾക്ക് വൈകുന്നേരം മോളിൽ കൊണ്ടുപോയി ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തരാം. എന്നാ പിന്നെ ഞാൻ പറയാം. എന്നാ പറ. ശിവാനി ചേച്ചി ലച്ചേച്ചിയും അമ്മായിയുടെ കുറ്റം പറയായിരുന്നു. എനിക്ക് തോന്നി എന്നെ പറ്റി എന്തോ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. കഷ്ടോടെ ലച്ചു, ശിവ, നിങ്ങൾക്കൊക്കെ നാണമുണ്ടാ? ഒരാൾ അടുത്തില്ലാത്തപ്പോ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം.